അടുത്തിടെ സമൂഹ മാധ്യമങ്ങളിൽ വലിയൊരു ചർച്ചയ്ക്ക് വഴിവെച്ച ഒരു ചോദ്യമുണ്ട്. യൂറോപ്പിൽ 43 °C ചൂട് രേഖപ്പെടുത്തുമ്പോൾ അവിടെയുള്ള ജനങ്ങൾ എന്തിനാണ് ഇത്രയധികം പരിഭ്രാന്തരാകുന്നത്? ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും വേനൽക്കാലത്ത് താപനില 45 മുതൽ 48 °C വരെ എത്താറുണ്ടല്ലോ. എന്നിട്ട് നമ്മൾ അത് അതിജീവിക്കുന്നില്ലേ എന്നതായിരുന്നു ഉമേദ് പ്രതാപ് സിംഗ് എന്ന വ്യക്തി പങ്കുവെച്ച ഒരു കുറിപ്പിലെ പ്രധാന വാദം. ഒറ്റനോട്ടത്തിൽ വളരെ ന്യായമെന്ന് തോന്നാവുന്ന ഈ ചോദ്യത്തിന് പിന്നിൽ താപനിലയെക്കുറിച്ചും കാലാവസ്ഥയെക്കുറിച്ചുമുള്ള വലിയൊരു തെറ്റിദ്ധാരണ ഒളിഞ്ഞിരിപ്പുണ്ട്. തെർമോമീറ്ററിലെ മെർക്കുറി സൂചി കാണിക്കുന്ന അക്കങ്ങൾക്കപ്പുറം മനുഷ്യ ശരീരത്തിന് ചൂട് അനുഭവപ്പെടുന്നതിൽ ഒട്ടേറെ ശാസ്ത്രീയവും ഭൂമിശാസ്ത്രപരവുമായ ഘടകങ്ങൾ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ചൂടും യൂറോപ്പിലെ ചൂടും തമ്മിലുള്ള വ്യത്യാസം വെറുമൊരക്കത്തിലല്ല, മറിച്ച് മനുഷ്യരും പ്രകൃതിയും ആ ചൂടിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിലാണ് അടങ്ങിയിരിക്കുന്നത്. താപനില എന്നത് കേവലം അന്തരീക്ഷത്തിലെ ചൂടിന്റെ അളവ് മാത്രമാണ്. എന്നാൽ ഒരു മനുഷ്യന് ആ ചൂട് എത്രത്തോളം കാഠിന്യത്തോടെ അനുഭവപ്പെടുന്നു എന്നത് നിർണ്ണയിക്കുന്നത് അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ, അതായത് ഹ്യൂമിഡിറ്റിയുടെ അളവാണ്. ഇതിനെ ശാസ്ത്രലോകം ഫീൽഡ് ലൈക്ക് താപനില അല്ലെങ്കിൽ വൈറ്റ് ബൾബ് താപനില എന്ന് വിളിക്കുന്നു. മനുഷ്യ ശരീരം സ്വയം തണുപ്പിക്കുന്നത് വിയർപ്പിലൂടെയാണ്. നമ്മുടെ ചർമ്മത്തിൽ നിന്നും വിയർപ്പ് ബാഷ്പീകരിക്കപ്പെടുമ്പോൾ ശരീരത്തിലെ അധികമുള്ള ചൂട് പുറന്തള്ളപ്പെടുന്നു. എന്നാൽ അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടുതലാണെങ്കിൽ, അതായത് വായുവിൽ ഇതിനകം തന്നെ ധാരാളം ജലാംശം അടങ്ങിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ശരീരത്തിലെ വിയർപ്പ് വേഗത്തിൽ ബാഷ്പീകരിക്കപ്പെടില്ല. വിയർപ്പ് ശരീരത്തിൽ തന്നെ തങ്ങി നിൽക്കുകയും ശരീരം കൂടുതൽ ചൂടാവുകയും ചെയ്യുന്നു. ഇത് കടുത്ത ശാരീരിക അസ്വസ്ഥതകൾക്കും സൂര്യാഘാതത്തിനും കാരണമാകുന്നു. ഇന്ത്യയിലെ വരണ്ട പ്രദേശങ്ങളിൽ 45 ചൂടുണ്ടെങ്കിലും വിയർപ്പ് വേഗത്തിൽ ഉണങ്ങുന്നതിനാൽ ശരീരം തണുക്കും. എന്നാൽ യൂറോപ്പിലെ ഉഷ്ണതരംഗങ്ങളിൽ ഉയർന്ന താപനിലയ്ക്കൊപ്പം അസാധാരണമായ ഈർപ്പവും പലപ്പോഴും വായുസഞ്ചാരമില്ലായ്മയും കൂടിച്ചേരുമ്പോൾ അത് മനുഷ്യ ശരീരത്തെ അക്ഷരാർത്ഥത്തിൽ ഉള്ളിൽ നിന്ന് തിളപ്പിക്കുന്ന അവസ്ഥയിലേക്ക് നയിക്കുകയാണ്. ഇരു ഭൂഖണ്ഡങ്ങളിലെയും ജനങ്ങൾ ചൂടിനെ നേരിടുന്നതിലെ ഏറ്റവും വലിയ വ്യത്യാസം അവരുടെ വാസസ്ഥലങ്ങളുടെ നിർമ്മാണ രീതിയിലാണ്. യൂറോപ്യൻ രാജ്യങ്ങളിലെ ഭൂരിഭാഗം വീടുകളും കെട്ടിടങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന കൊടും തണുപ്പിനെയും മഞ്ഞിനെയും അതിജീവിക്കാനാണ്. വീടിനുള്ളിലെ ചൂട് പുറത്തു പോകാതിരിക്കാൻ കട്ടിയുള്ള ഇൻസുലേഷനുകൾ നൽകിയ ഭിത്തികൾ, ഇരട്ട ഗ്ലാസുകളുള്ള ചെറിയ ജനാലകൾ, വായു സഞ്ചാരം പരിമിതപ്പെടുത്തിയുള്ള രൂപകൽപ്പന എന്നിവയാണ് അവിടുത്തെ രീതി. ശൈത്യകാലത്ത് ജീവൻ രക്ഷിക്കുന്ന ഈ നിർമ്മാണ രീതി വേനൽക്കാലത്ത് വലിയൊരു കെണിയായി മാറുകയാണ്. പുറത്തെ താപനില ഉയരുമ്പോൾ ഈ വീടുകൾ സൂര്യനിൽ നിന്നുള്ള ചൂടിനെ ആഗിരണം ചെയ്യുകയും അത് പുറത്തുവിടാതെ ഉള്ളിൽ തന്നെ നിലനിർത്തുകയും ചെയ്യുന്നു. സന്ധ്യ മയങ്ങിയാലും വീടിനുള്ളിലെ ചൂട് കുറയില്ല എന്നതാണ് ഇതിന്റെ രീതി. ഇതിനോടൊപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു സുപ്രധാന കാര്യം എയർ കണ്ടീഷണറുകളുടെ അഭാവമാണ്. ഇന്ത്യയിലോ അമേരിക്കയിലോ ഉള്ളതുപോലെ യൂറോപ്പിൽ AC ഉപയോഗം സാധാരണമല്ല. ഭൂരിഭാഗം വീടുകളിലും AC ഇല്ലെന്ന് മാത്രമല്ല, പലർക്കും ഫാനുകൾ പോലുമില്ല. ചരിത്രപരമായി അവിടെ AC-യുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. കൂടാതെ സുരക്ഷാ കാരണങ്ങളാൽ പല അപ്പാർട്ട്മെന്റുകളിലും ജനലുകൾ വളരെ ചെറിയൊരു കോണിൽ മാത്രമേ തുറക്കാൻ സാധിക്കൂ എന്ന നിയമവുമുണ്ട്. ഇതെല്ലാം കൂടി ചേരുമ്പോൾ യൂറോപ്യൻ വീടുകൾ വേനൽക്കാലത്ത് ചൂടായ ഓവനുകൾക്ക് സമാനമായി മാറുകയാണ്. നഗരങ്ങളിലെ ചൂടിനെ 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് അർബൻ ഹീറ്റ് ഐലൻഡ് എന്ന പ്രതിഭാസം. യൂറോപ്പിലെ പല പ്രശസ്ത നഗരങ്ങളിലും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളവയാണ്. വീതി കുറഞ്ഞ തെരുവുകളും തിങ്ങി നിറഞ്ഞ കോൺക്രീറ്റ് കെട്ടിടങ്ങളും കരിങ്കല്ല് പാകിയ നടപ്പാതകളും ടാർ റോഡുകളും പകൽ സമയത്ത് വലിയ തോതിൽ ചൂട് വലിച്ചെടുക്കുന്നു. ആവശ്യത്തിന് മരങ്ങളോ തണലോ ഇല്ലാത്ത ഈ നഗരങ്ങൾ ഒരു സ്പോഞ്ച് വെള്ളം വലിച്ചെടുക്കുന്നത് പോലെയാണ് സൂര്യതാപത്തെ ശേഖരിച്ചു വെക്കുന്നത്. പകൽ സമയത്ത് ആഗിരണം ചെയ്യുന്ന ഈ ചൂട് രാത്രിയാകുമ്പോൾ നഗരത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് തന്നെ സാവധാനം പുറത്തുവിടുന്നു. ഇതിന്റെ ഫലമായി രാത്രികാലങ്ങളിൽ താപനില കുറയാത്ത അവസ്ഥയുണ്ടാകുന്നു. കൊടുംചൂടിൽ പകൽ സമയത്ത് കഷ്ടപ്പെടുന്ന മനുഷ്യ ശരീരത്തിന് അല്പമൊന്ന് വിശ്രമിക്കാനും താപനില ക്രമീകരിക്കാനും രാത്രിയിലെ തണുപ്പ് അത്യാവശ്യമാണ്. എന്നാൽ രാത്രിയിലും ചൂട് തുടരുന്നത് ശരീരത്തിന്റെ സ്വാഭാവികമായ വീണ്ടെടുക്കൽ പ്രക്രിയയെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇത് ഹൃദയാഘാതം പോലെയുള്ള വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു. തലമുറകളായി കടുത്ത ചൂട് അനുഭവിച്ച് ജീവിക്കുന്നത് കൊണ്ട് ഇന്ത്യക്കാരുടെ ശരീരത്തിന് ഉയർന്ന താപനിലയുമായി പൊരുത്തപ്പെടാനുള്ള ഒരു സ്വാഭാവിക കഴിവുണ്ട്. മാത്രമല്ല, നമ്മുടെ ജീവിതശൈലിയും ഭക്ഷണക്രമവും ചൂടിനെ പ്രതിരോധിക്കാൻ തക്കവണ്ണം രൂപപ്പെടുത്തിയിട്ടുള്ളതാണ്. ധാരാളം വെള്ളം കുടിക്കുക, അയഞ്ഞ പരുത്തി വസ്ത്രങ്ങൾ ധരിക്കുക, ഉച്ചസമയത്ത് വെയിലത്തിറങ്ങുന്നത് ഒഴിവാക്കുക തുടങ്ങിയവ നമ്മുടെ സംസ്കാരത്തിന്റെ തന്നെ ഭാഗമാണ്. എന്നാൽ യൂറോപ്പിലെ ജനത ചരിത്രപരമായി നേരിയ വേനൽക്കാലം മാത്രം അനുഭവിച്ചിട്ടുള്ളവരാണ്. വേനൽക്കാലം എന്നത് അവർക്ക് വീടിന് പുറത്തിറങ്ങാനും സൂര്യപ്രകാശം ആസ്വദിക്കാനുമുള്ള സമയമാണ്. അതിനാൽ തന്നെ പെട്ടെന്നൊരു ദിവസം താപനില 40 മുകളിലേക്ക് കുതിച്ചു വരുമ്പോൾ അതിനെ ശാരീരികമായും മാനസികമായും നേരിടാൻ അവർ സജ്ജരല്ല. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി യൂറോപ്പിൽ വീശിയടിക്കുന്ന ഉഷ്ണതരംഗങ്ങൾ ആയിരക്കണക്കിന് ആളുകളുടെ ജീവനാണ് അപഹരിച്ചത്. പ്രായമായവർ, ചെറിയ കുട്ടികൾ, വിട്ടുമാറാത്ത രോഗങ്ങളുള്ളവർ എന്നിവരെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഏറ്റവും ഭയാനകമായ മുഖങ്ങളിൽ ഒന്നാണിത്. ഒരിക്കലും ചൂടിനെ ഭയക്കേണ്ടി വന്നിട്ടില്ലാത്ത ഒരു ജനതയ്ക്ക് മേൽ പ്രകൃതി നടത്തുന്ന ഈ കടന്നുകയറ്റം വെറുമൊരു സമൂഹ മാധ്യമ ചർച്ചയിൽ ഒതുക്കേണ്ട ഒന്നല്ല.
താപനില എന്നത് വെറുമൊരു സംഖ്യ മാത്രമല്ലെന്നും മനുഷ്യൻ നിർമ്മിച്ച ചുറ്റുപാടുകളും പ്രകൃതിയുടെ മാറ്റങ്ങളും ഒത്തുചേരുമ്പോഴാണ് അത് ജീവന് ഭീഷണിയാകുന്നതെന്നും നാം തിരിച്ചറിയേണ്ടതുണ്ട്. ആഗോള താപനം ഒരു കെട്ടുകഥയല്ലെന്നും ഭൂമിയിലെ ഓരോ കോണിലും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വ്യത്യസ്തവും എന്നാൽ വിനാശകരവുമാണെന്നുമുള്ള വലിയൊരു പാഠമാണ് യൂറോപ്പിലെ ഈ ചുട്ടുപൊള്ളൽ നമുക്ക് നൽകുന്നത്. മാറിവരുന്ന കാലാവസ്ഥയ്ക്കനുസരിച്ച് നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളും നഗര ആസൂത്രണവും പൊളിച്ചെഴുതേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.